സാക്ഷ്യം പറയാനായി ഇവിടെ അവസരം ലഭിച്ചതിന് മാതാവിന് 1000 നന്ദി പറയുന്നു. എൻ്റെ പേര് ബ്ലസ്സി. ഞാൻ വരുന്നത് മൂവാറ്റുപുഴയിൽ നിന്നാണ്. 2022 ജനുവരി മാസമാണ് ഞാൻ ആദ്യമായി ഇവിടെ വന്ന് തീർത്ഥാടന ഉടമ്പടി എടുക്കുന്നത്. അതിനു മുന്നേ ഞാൻ ഓൺലൈനിൽ ഉടമ്പടി എടുത്തിട്ടുണ്ടെങ്കിലും എനിക്ക് ഓൺലൈൻ ഉടമ്പടിയിൽ വ്യക്തമായ ധാരണയില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ 2022 ഇവിടെ വന്ന് തീർത്ഥാടന ഉടമ്പടി എടുത്തു. ആ ഉടമ്പടി എടുത്ത് 2 ആഴ്ച കാലം കഴിഞ്ഞപ്പോൾ എനിക്ക് കോവിഡ് വരികയും അതിലൂടെ വളരെയേറെ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുകയും ചെയ്തു. എങ്കിലും എന്നെക്കൊണ്ട് ആവിയ വിധം ഞാൻ ഉടമ്പടി പാലിക്കാനും മുന്നോട്ട് കൊണ്ടുപോകാനും എനിക്ക് സാധിച്ചു. 2018 അമ്മമാതാവിൻ്റെ പത്രം വീട്ടിൽ കിട്ടിയെങ്കിലും ഞങ്ങൾക്കത് ആലപ്പുഴയിലായതുകൊണ്ടും കൂടുതൽ അതിനെക്കുറിച്ച് വ്യക്തതയില്ലാത്തതുകൊണ്ടും ഉടമ്പടി എടുക്കാനായി തീരുമാനിച്ചില്ല. 2021 ഞാൻ OET പഠിക്കാനായിട്ട് ഇറങ്ങിയപ്പോഴാണ് എൻ്റെ മമ്മി വീട്ടിൽ മാതാവിൻ്റെ പത്രം ഇരുന്നത് എനിക്കെടുത്ത് തന്നത്. അതിലൂടെ ഞാൻ കൃപാസനത്തെക്കുറിച്ച് കൂടുതൽ അറിയുവാനും അമ്മ മാതാവിനെ കൂടുതൽ അറിഞ്ഞാഴപ്പെടുവാനും ഞാൻ യൂട്യൂബ് വഴി കുറേ സെർച്ച് ചെയ്തും മറ്റുമാണ് ഞാൻ അറിയാൻ ശ്രമിച്ചത്. അങ്ങനെ 2022 ഞാൻ OET ഒരു പ്രാവശ്യം അതിന് മുന്നേ 2021 എഴുതി. പക്ഷേ എനിക്ക് എങ്ങും എത്താത്തൊരു സ്കോറായിരുന്നു. അതിനുശേഷം ഞാൻ ഇവിടെ വന്ന് 1ാമത്തെ ഉടമ്പടി പുതുക്കി ഒരു വട്ടം കൂടി എക്സാം എഴുതി. അവിടെയും എനിക്ക് വളരെ നല്ല സ്കോറായിരുന്നില്ല ലഭിച്ചത്. 2ാമത്തെ ഉടമ്പടി ഞാൻ പുതുക്കിയത് ഡിസംബർ മാസം 17-ാം തീയതിയായിരുന്നു. ആ സമയത്തെല്ലാം ഞാൻ OET പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പം ഞാൻ മാതാവിനോട് പറഞ്ഞു, ഇനി എനിക്ക് എക്സാം എഴുതാൻ വയ്യ, 3 പ്രാവശ്യമായി, ഇനി ഞാൻ എഴുതുന്നില്ല എന്ന് തീരുമാനിച്ചു. എങ്കിലും 3ാമത്തെ പ്രാവശ്യം മാതാവിലുള്ള വിശ്വാസത്തോടെ ഞാൻ എക്സാം എഴുതുകയും എനിക്ക് ഒരു മൊഡ്യൂൾ മാത്രമാണ് അവിടെ പോയത്. ആദ്യത്തെ 2 പ്രാവശ്യത്തെ എക്സാമിനേക്കാളും എനിക്ക് നല്ലൊരു സ്കോറായിരുന്നു അത്. അതെൻ്റെ വിശ്വാസത്തെ കൂടുതൽ വർദ്ധിപ്പിച്ചു. അങ്ങനെ ഒരു മൊഡ്യൂൾ മാത്രമായി പോയ എനിക്ക് എവിടെ അപ്ലൈ ചെയ്യണമെന്ന് യാതൊരു അറിവും ഉണ്ടായിരുന്നില്ല. അപ്പോഴാണ് ഞാൻ ടെലിഗ്രാം ഗ്രൂപ്പ് വഴി ഒരു മകളെ പരിചയപ്പെടുന്നതും അവൾ എന്നോട് പറഞ്ഞു, ന്യൂസിലാൻഡിലെ സ്കോർ കുറച്ചു, നിനക്കത് അപ്ലൈ ചെയ്യാമെന്ന്. അങ്ങനെ ഞാൻ ന്യൂസിലാൻഡിന് വേണ്ടി 2023 പേപ്പർ വർക്ക് തുടങ്ങി. അങ്ങനെ എനിക്ക് പോയൊരു മൊഡ്യൂളും ഞാൻ അച്ചീവ് ചെയ്തു അവിടെ. അങ്ങനെ 2023 മെയ് മാസം തുടങ്ങിയ എൻ്റെ ന്യൂസിലാൻഡ് പേപ്പർ വർക്ക് ഒരു 10 മാസക്കാലം എടുത്തു. 2024 മെയ്യിൽ ഞാൻ ന്യൂസിലാൻഡിന് മെയ് 27 ഇവിടുന്ന് പോയി. ആ സമയത്തെല്ലാം ന്യൂസിലാൻഡിൽ നല്ലൊരു ബുദ്ധിമുട്ടായിരുന്നു ജോലിക്ക്. കാരണം കോവിഡിന് ശേഷം ഒരുപാട് നഴ്സുമാരെ എടുത്തു. അതുകൊണ്ട് തന്നെ ഒരുപാട് നഴ്സുമാരും കൂടെ കയറിപ്പോവുകയും അവിടെ നല്ലൊരു ബൾക്ക് ക്വാണ്ടിറ്റിയിലാണ് അവർക്ക് അവിടെ കിട്ടിയത് നഴ്സസിനെ. സോ അവർ ഇനി എടുക്കുന്നില്ല എന്നൊരു തീരുമാനത്തിലെത്തുകയും അവിടെ ക്യാപ്പ് ചെയ്യാനായി പോകുന്ന കുട്ടികളെല്ലാം ക്യാപ്പ് കഴിഞ്ഞ് തിരിച്ചു പോരുകയും ചെയ്തു. അങ്ങനെ മെയ് മാസം ഞാൻ പോയി. മെയ് മാസത്തിൻ്റെ കോഴ്സ് കഴിഞ്ഞ് ഞാൻ ആഗ്രഹിച്ച കോളേജിൽ തന്നെ മാതാവ് എനിക്ക് അഡ്മിഷൻ തന്ന് എനിക്ക് എൻ്റെ കോഴ്സ് 1.5 മാസം കൊണ്ട് കംപ്ലീറ്റ് ചെയ്യാൻ സാധിച്ചു. എൻ്റെ ബാച്ചിൽ ഞങ്ങൾ 21 പേരിൽ ആദ്യത്തെ പേര് എൻ്റെ ആയിരുന്നു. ആ പേര് വെച്ച് എനിക്ക് ആദ്യം തന്നെ രജിസ്ട്രേഷൻ കിട്ടുകയും ആ സെയിം ടൈം ഞങ്ങൾക്ക് ഓസ്ട്രേലിയയുടെ രജിസ്ട്രേഷൻ എടുക്കാനുള്ള വലിയൊരു ഓപ്ഷനാണ് അവിടെ ഉണ്ടായിരുന്നത്. അങ്ങനെ 2 രജിസ്ട്രേഷൻ എനിക്ക് കിട്ടി. ആ രജിസ്ട്രേഷനും എടുത്ത് ഞാൻ ഓസ്ട്രേലിയയ്ക്കുള്ള ജോലികളെല്ലാം അപ്ലൈ ചെയ്യുകയായിരുന്നു. ആ സമയത്ത് എനിക്കൊരു ഇൻ്റർവ്യൂ വരികയും ആ ഇൻ്റർവ്യൂ ഞാൻ അറ്റൻഡ് ചെയ്യുകയും ചെയ്തു. ആ ഇൻ്റർവ്യൂ അരമണിക്കൂറുണ്ടായിരുന്ന ഒരു ഇൻ്റർവ്യൂ ആയിരുന്നു. എൻ്റെ ആദ്യത്തെ ഒരു ഇൻ്റർവ്യൂ ആയിരുന്നു അത്. അതുകൊണ്ട് തന്നെ എനിക്ക് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു. മാതാവിൻ്റെ രൂപവും പച്ചത്തിരിയും നീലത്തിരിയും കത്തിച്ച് മാതാവിൻ്റെ കാശ് രൂപം മുറുകെ പിടിച്ചാണ് ഞാൻ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തത്. അരമണിക്കൂർ നീണ്ടു നിന്ന ആ ഇൻ്റർവ്യൂ ഒരു ബുക്ക്ലെറ്റ് അവർ ക്വസ്റ്റ്യൻ ചോദിച്ച് തീരുന്നോടം വരെ എന്നോട് അരമണിക്കൂർ ചോദിച്ചു. ഞാൻ എന്തൊക്കെയോ പറഞ്ഞു. എനിക്ക് കിട്ടുമെന്ന് യാതൊരു ഉറപ്പുമില്ല, പക്ഷേ മാതാവ് തരുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. അങ്ങനെ ഞാൻ ആ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്ത് അതിൻ്റെ ഔട്ട്കമ്മിന് വേണ്ടി വെയിറ്റ് ചെയ്യുമ്പോഴായിരുന്നു എൻ്റെ ബ്രസ്റ്റിൽ ഒരു സിസ്റ്റ് കാണപ്പെട്ടു. ആ സിസ്റ്റ് കണ്ടതോടുകൂടി എനിക്ക് അവിടെ നിൽക്കാൻ പറ്റാണ്ടായി. അങ്ങനെ ഞാൻ അവിടെ ഡോക്ടറിനെ ഒന്നും കാണിക്കാൻ പറ്റാത്തൊരു സാഹചര്യം ആയതുകൊണ്ടും വീട്ടിൽ നിന്ന് ഞാൻ പറഞ്ഞ് നാട്ടിലേക്ക് ഞാൻ കയറിപ്പോന്നു. മാതാവിനോട് ഞാൻ പറഞ്ഞു, ഇത് നാട്ടിൽ വന്ന് കാണിക്കുമ്പോൾ നോർമലാണെങ്കിൽ മാതാവേ ഞാൻ അതുകൂടി സാക്ഷ്യപ്പെടുത്തിയേക്കാമെന്ന്. അങ്ങനെ ഞാൻ പെട്ടെന്ന് തന്നെ ടിക്കറ്റ് എടുത്ത് നാട്ടിലേക്ക് കയറി വരികയും ഇത് പെട്ടെന്ന് കൊണ്ടുപോയി കാണിക്കുകയും ചെയ്തു. അങ്ങനെ സ്കാൻ ചെയ്തപ്പോൾ എനിക്ക് നോർമലായിരുന്നു, യാതൊരു കുഴപ്പമില്ല. മരുന്നിലൂടെ എനിക്കത് മാറിക്കിട്ടി. മാതാവിൻ്റെ തൈലമാണ് ഞാൻ ഏറ്റവും കൂടുതൽ അവിടെ ഉപയോഗിച്ചതും.
അങ്ങനെ ആ ഇൻ്റർവ്യൂവിന് വേണ്ടി ഞാൻ വെയിറ്റ് ചെയ്തിരുന്നൊരു സമയമായിരുന്നു. എൻ്റെ ഔട്ട്കം കിട്ടിയില്ല. അപ്പം ഞാൻ അവരോട് മെയിൽ വിട്ട് ചോദിച്ചു, എൻ്റെ ഇൻ്റർവ്യൂവിൻ്റെ ഔട്ട്കം എന്താണ്, എനിക്ക് എന്താണ് എൻ്റെ റിസൾട്ട്. അപ്പോൾ അവരെന്നോട് പറഞ്ഞു, ഞാൻ അറ്റൻഡ് ചെയ്തോടത്തേക്ക് അവർ വേറൊരാൾ സെലക്റ്റഡായി, അതുകൊണ്ട് നിന്നെ ഞങ്ങൾ വേറൊരു എംപ്ലോയറിന് വേണ്ടിയിട്ട് മാറ്റുകയാണ്, നിനക്ക് സമ്മതമാണോ എന്ന് ചോദിച്ചു. ഞാൻ സമ്മതമാണെന്ന് പറഞ്ഞു. അപ്പോഴും ഞാൻ മാതാവിനോട് പറഞ്ഞു, ഇനിയും ഒരു അരമണിക്കൂർ ഇൻ്റർവ്യൂ, അത് വളരെ പ്രയാസമാണെന്ന് എനിക്ക് തോന്നി. എങ്കിലും സാരമില്ല, മാതാവ് എനിക്കിത് തരാനാണ് വിധിച്ചതെങ്കിൽ ഞാനത് അറ്റൻഡ് ചെയ്യുക തന്നെ ചെയ്യും. അങ്ങനെ ഞാനത് വളരെ ധൈര്യത്തോടു കൂടി തന്നെ അറ്റൻഡ് ചെയ്യാനിരുന്നു. അപ്പോൾ അവർ എൻ്റെ അടുത്ത് പറഞ്ഞു, നിൻ്റെ ഇൻ്റർവ്യൂ ഓൾറെഡി അരമണിക്കൂറോളം കഴിഞ്ഞതായതുകൊണ്ടും നിന്നെ ഞങ്ങൾ ഓൾറെഡി ഇൻ്റർവ്യൂ ചെയ്തതുകൊണ്ടും ഞങ്ങൾക്കൊന്നും നിന്നോട് കൂടുതൽ ചോദിക്കാനില്ല. ജസ്റ്റ് ഒരു പേഴ്സണൽ ഇൻട്രാക്ഷൻ മാത്രമേ നീയുമായിട്ട് ഞങ്ങൾക്ക് വേണ്ടൂ. അങ്ങനെ രണ്ടുപേരും നടന്ന ഈ ഇൻ്റർവ്യൂ 10 മിനിറ്റും കൊണ്ട് എൻ്റെ തീരുകയും 1 മണിക്കൂറിന് ശേഷം അവ എന്നെ സെലക്റ്റായി എന്ന മെയിൽ എൻ്റെ ഫോണിലേക്ക് വരികയും ചെയ്തു. അതിനുശേഷം ഞാൻ മാതാവിന് മുമ്പ് പറഞ്ഞിരുന്നു, ഞാനിത് സെലക്റ്റായി പോകുന്നതിന് മുമ്പ് ടിക്കറ്റും വിസയും വന്ന് മാതാവിൻ്റെ ആൾത്താരെ വന്ന് സാക്ഷ്യം പറയുമ്പോഴാണ് എൻ്റെ ബന്ധുക്കൾ ഇതറിയൂ. എൻ്റെ വീട്ടിൽ മാത്രമേ ഞാനിത് പറഞ്ഞു. കാരണം ഫിനാൻഷ്യലി ഇതിന് പല കാര്യങ്ങൾ ആവശ്യമായതുകൊണ്ടും എനിക്ക് അവരോട് പറയേണ്ടതായി വന്നു. അങ്ങനെ ഞാൻ ഇവിടെ വന്നെന്ന സാക്ഷ്യം പറയുകയാണ്. എൻ്റെ ടിക്കറ്റ് ഇന്നലെയാണ് എനിക്ക് കിട്ടിയത്. വിസയും ടിക്കറ്റും എൻ്റെ കയ്യിലുണ്ട്. നവംബർ ഞാൻ ലാസ്റ്റ് വീക്ക് പോവുകയാണ്. PROയോട് കൂടി എന്നെ സ്പോൺസർ ചെയ്യുന്ന ഒരു എംപ്ലോയറാണ് എന്നെ അവിടെ സെലക്ട് ചെയ്തിരിക്കുന്നത്. ഈ മാതാവിൻ്റെ വലിയൊരു കാരുണ്യം മാത്രമാണ് ഇന്ന് എനിക്ക് ഈ സാക്ഷി ഇവിടെ പറയാൻ സാധിച്ചത്. കാരണം ഞാൻ ഒരിക്കലും കിട്ടില്ല എന്ന് കരുതിയത് എനിക്ക് എൻ്റെ ഉടമ്പടി ജീവിതത്തിലൂടെയാണ് ഇന്ന് കിട്ടിയിരിക്കുന്നത്. ഞാൻ മാതാവിനെ അറിഞ്ഞില്ലായിരുന്നെങ്കിൽ ഒരു പക്ഷേ ഞാനിന്നിവിടെ ഒരു ഇൻ്റർവ്യൂവിൻ്റെ സാക്ഷ്യം പറഞ്ഞ് ഇവിടെ നിൽക്കുകയില്ലായിരുന്നു. അത് മാതാവ് തന്ന വലിയൊരു അനുഗ്രഹമായിരുന്നു. രണ്ടാമത്തെ സാക്ഷ്യം, എൻ്റെ ഒരു അലർജി മാറിയതാണ് എനിക്ക്. ഞാൻ കോവിഡിന് ശേഷം ഇവിടെ കോവിഡ് വന്ന് എനിക്ക് 2 ആഴ്ച കാലം നല്ല രീതിയിൽ എനിക്ക് അസുഖങ്ങളുണ്ടാകുകയും അതിനുശേഷം ഒരു 8-9 മാസക്കാലം എനിക്ക് കണ്ടിന്യൂസ് അലർജിയായിരുന്നു. എനിക്ക് തുമ്മൽ മാത്രം. എനിക്ക് ഒരു ജോലി ചെയ്യാനോ എനിക്കൊന്നും കോൺസെൻട്രേറ്റ് ചെയ്യാനോ ഒന്നും പറ്റില്ലായിരുന്നു. കുനിഞ്ഞ് നിന്ന് എൻ്റെ മൂക്കിൽ നിന്ന് വെള്ളം വരും. 8 മാസക്കാലം ഞാൻ 2 ഡോക്ടറിനെ മാറി കണ്ടു, മരുന്നുകൾ കഴിച്ചു. എനിക്ക് യാതൊരു കുറവും കിട്ടിയില്ല. മരുന്ന് നിർത്തുമ്പോൾ അപ്പോൾ എനിക്ക് പിന്നെയും തുടങ്ങും. അങ്ങനെ ഞാൻ എൻ്റെ 3ാമത്തെ എക്സാം എഴുതാനായിട്ട് പ്ലാൻ ചെയ്ത് അന്ന് തലേദിവസം വരെ ഞാൻ മരുന്ന് കഴിച്ചിട്ട് മാതാവിനോട് പറഞ്ഞു, എനിക്ക് എക്സാം വരെ പിടിച്ചു നിൽക്കാൻ വേണ്ടി മാത്രം ഞാൻ കഴിച്ചു പോയതാ, ഇനി ഞാൻ കഴിക്കത്തില്ല, ഇനി എനിക്ക് മാതാവ് സൗഖ്യം തന്നെ. അങ്ങനെ മാതാവിൻ്റെ തൈലവും ഉപ്പും അത് മാത്രമായിരുന്നു എൻ്റെ സൗഖ്യം തന്ന മരുന്ന്. അങ്ങനെ അന്ന് തൊട്ട് ഇന്ന് വരെ 2 വർഷക്കാലമായി എനിക്ക് ഇതുവരെ ഒരു അലർജി എൻ്റെ ജീവിതത്തിൽ എനിക്ക് ഉണ്ടായിട്ടില്ല. ഞാനന്ന് അനുഭവിച്ചത് കേൾക്കുമ്പോൾ വളരെ നിസ്സാരമായിരിക്കും, പക്ഷെ ഞാൻ അനുഭവിച്ചത് വളരെ വലുതായിരുന്നു. 3ാമത്തെ എൻ്റെ നിയോഗം എൻ്റെ പപ്പയ്ക്ക് വേണ്ടിയിട്ടായിരുന്നു. പപ്പ എൻ്റെ ഓർമ്മ നാളിൽ തൊട്ട് പപ്പ അത്യാവശ്യം മദ്യപിക്കുന്ന ആളായിരുന്നു. എത്ര പറഞ്ഞാലും നിർത്തില്ലായിരുന്നു. പപ്പയ്ക്ക് നിരന്തര അസുഖങ്ങൾ വരും, ഹോസ്പിറ്റലൈസ്ഡ് ആണ്, എന്നാൽ പോലും പപ്പ നിർത്തില്ലായിരുന്നു. അവസാനം മാതാവിനോട് ഞാൻ പ്രാർത്ഥിച്ചു, എനിക്ക് പപ്പയുടെ മദ്യപാനം മാറ്റി തരണമെന്ന്. അങ്ങനെ പ്രാർത്ഥനയിലൂടെ മാതാവിനോട് ഞാൻ പറഞ്ഞു, പപ്പയുടെ മദ്യപാനം മാറ്റി തരാനും ഒരു അസുഖത്തിലൂടെയാണെങ്കിലും പപ്പയ്ക്ക് അത് പൂർണ്ണമായി ഇന്ന് മാറ്റി കിട്ടിയെന്നുള്ളതാണ്. പിത്താശയത്തിൽ പൊട്ടുന്ന അവസ്ഥയിൽ കല്ലുണ്ടായിരുന്നു. അത് പൊട്ടിയായിരുന്നെങ്കിൽ ഒരു പക്ഷേ എൻ്റെ പപ്പയെ കിട്ടില്ലായിരുന്നു. പക്ഷെ മാതാവ് അത് എൻ്റെ പ്രാർത്ഥനയിലൂടെയും എൻ്റെ നിയോഗങ്ങളിലൂടെയും മാതാവ് എനിക്കത് അത്ഭുതകരമായി ഇന്ന് 3-4 വർഷമായി പപ്പയ്ക്ക് യാതൊരു കുഴപ്പവുമില്ല, പിത്താശയ കല്ലുമില്ല. പപ്പ എന്ന മദ്യപാനത്തിൽ നിന്ന് പൂർണ്ണമായും വിമുക്തനുമാണ്. ഇത്രയേറെ നന്ദി സഹായം ചെയ്ത മാതാവിനും ഈശോയ്ക്കും 1000 നന്ദി പറയുന്നു. എൻ്റെ ആത്മീയ ജീവിതം ഉടമ്പടി ജീവിതത്തിന് ശേഷമാണ് കൂടുതൽ എനിക്ക് മെച്ചപ്പെടുത്താൻ സാധിച്ചത്. കൂടുതലും ഞാൻ പള്ളിയിൽ ദിവ്യബലിയിൽ പങ്കെടുക്കുവാൻ എനിക്ക് സാധിച്ചു. അതെൻ്റെ ഉടമ്പടി ജീവിതത്തിലൂടെയാണ് കൂടുതൽ കുർബാന ഞാൻ കാണാനിടയായത്. അതിനു മുന്നേ സൺഡേ മാത്രമേ ഞാൻ പോകത്തുണ്ടായിരുന്നുള്ളൂ. ഉടമ്പടിക്ക് ശേഷം എനിക്ക് ദിവ്യബലിയിൽ കൂടുതൽ പങ്കെടുക്കുവാനും 2 ആഴ്ചക്കാലം കൂടുമ്പോൾ കുമ്പസാരിക്കുവാനും ഞങ്ങളുടെ വീടിൻ്റെ അടുത്ത് മെൻ്റൽ റിട്ടയർഡ് ആയിട്ടുള്ളവർക്ക് എന്നെക്കൊണ്ടാവും വിധം ഞാൻ അവർക്ക് ഭക്ഷണങ്ങൾ സാധനങ്ങൾ കൊടുക്കുവാനും സഹായിച്ചിട്ടുണ്ട്. പിന്നെ വീടുകൾ തോറുമായിരുന്നു ഞാൻ കൂടുതൽ പത്രം കൊടുത്തതും. ഹൈന്ദവ ഭവനങ്ങളിലെ ആളുകളാണ് കൂടുതൽ ആ പത്രം എൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിച്ചിട്ടുള്ളതും. കുറേ പേര് തിരസ്കരിച്ചിട്ടുണ്ടെങ്കിലും ഞാനത് സന്തോഷത്തോടെ കൊടുത്തു. വേണ്ടാത്തവരെ കയ്യിൽ നിന്ന് തിരിച്ചു വാങ്ങിയിട്ടുമുണ്ട്. അങ്ങനെ കുറേ പേരെ എനിക്ക് ആ പത്രം എത്തിക്കാൻ സഹായിച്ചത് മാതാവാണ്. ഇന്ന് അനേകം ആളുകൾ അതിൽ വിശ്വസിക്കുന്നുമുണ്ട്.
ഇത്രയധികം നന്മകൾ ചെയ്ത എൻ്റെ ഈശോയ്ക്കും മാതാവിനും 1000 നന്ദി ഞാൻ പറയുന്നു. യാക്കോബ് ശ്ലീഹായുടെ ലേഖനം 1:12 തിരുവചനങ്ങൾ അരുളി ചെയ്യുന്നു: പരീക്ഷകൾ ക്ഷമയോടെ സഹിക്കുന്നവൻ ഭാഗ്യവാൻ. എന്തെന്നാൽ അവൻ പരീക്ഷകളെ അതിജീവിച്ച് കഴിയുമ്പോൾ തന്നെ സ്നേഹിക്കുന്നവർക്ക് ദൈവം വാഗ്ദാനം ചെയ്തിരിക്കുന്ന ജീവൻ്റെ കിരീടം അവന് ലഭിക്കും. അനുഭവ സാക്ഷ്യങ്ങളിലൂടെ നാം കേട്ടുകൊണ്ടിരിക്കുക കുറച്ചേറെ പ്രതിസന്ധികളുടെ സമയവും ആ പ്രതിസന്ധികൾ എങ്ങനെ ഉടമ്പടി ജീവിതത്തിലൂടെ പരിഹരിക്കപ്പെടുന്നു എന്നുള്ളതുമാണ്. ഇതിനു മുൻപും പ്രതിസന്ധികളൊക്കെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്, ഉള്ളവരാണ്. എന്നാൽ പ്രതിസന്ധി ഘട്ടങ്ങൾ അവിടെ വേറെ ആരും ഒന്നും ചെയ്യാൻ പറ്റാത്ത ഒരു അവസ്ഥ. അതുകൊണ്ടാണ് പിന്നീട് എങ്ങനെയാണ് പരീക്ഷകളെ ക്ഷമയോടെ സഹിച്ച് അതിജീവിച്ച് കഴിയുമ്പോൾ അത് ഉടമ്പടിയിൽ എങ്ങനെയാണ് നാം പരീക്ഷകളെ അതിജീവിക്കുന്നത്? ഉടമ്പടി ജീവിതത്തിലൂടെയാണ്. ഉടമ്പടിയിലൂടെ ഈ മകൾക്ക് കിട്ടിയ കൃപകൾ ഇവിടെ പങ്കുവയ്ക്കുമ്പോൾ തൻ്റെ ആത്മീയ ജീവിതം, ആ ആത്മീയ ജീവിതത്തിന് ഇന്ന് കൊടുത്തിരിക്കുന്ന മൂല്യം, അതിലൂടെയൊക്കെ എങ്ങനെയാണ് അനുഗ്രഹങ്ങൾ തനിക്കും തൻ്റെ കുടുംബത്തിനും ലഭിച്ചത്. അനുഗ്രഹങ്ങളുടെ, അതായത് കൃപകൾ, ആ കൃപകൾ ലഭിക്കുമ്പോഴാണ് നാം ഇവിടെ വന്ന് അത് ദൈവമഹത്വത്തിനായിട്ട് സാക്ഷ്യപ്പെടുത്തുക. തൻ്റെ വിദേശത്തേക്ക് പോകുന്നതിനുള്ള കാര്യം, അത് ഒരു കൺട്രിയിൽ നിന്ന് മറ്റൊരു കൺട്രിയിലേക്ക് ഇപ്പോൾ ഈ മകൾക്ക് പോകാൻ സാധിക്കുന്നത് എങ്ങനെ, അതിൻ്റെയൊക്കെ പ്രോസസ്സും അതിൻ്റെ ഓരോ കാര്യങ്ങളും നാം കേട്ടു. ഇവിടെയൊക്കെ പരിശുദ്ധ അമ്മയുടെ നേർച്ച വസ്തുക്കൾ, അതായത് ഉടമ്പടി നേർച്ച വസ്തുക്കൾ ഉപയോഗിച്ച് താൻ ഓരോ കാര്യങ്ങളും ചെയ്യുമ്പോൾ തനിക്ക് കിട്ടിയിരുന്ന ഒരു കോൺഫിഡൻസ്, തൻ്റെ പപ്പയുടെ മദ്യപാനത്തിൻ്റെ കാര്യവും അതുപോലെ മറ്റ് തനിക്ക് കിട്ടിയ രോഗസൗഖ്യങ്ങളും, ഒരിക്കലും ഒരു കാരണവശാലും മറ്റുള്ളവരൊന്നും നമ്മെ സഹായിക്കാനില്ലാത്തപ്പോഴാണ് നമുക്ക് ദൈവം കൂട്ടായിട്ട് വരുന്ന അനുഭവം ഉടമ്പടിയിലൂടെ ഉണ്ടാവുക. പരിഭവവും പരാതിയുമായിട്ട് നാം ഇരുന്നാൽ ഉടമ്പടി എടുത്തത് കൊണ്ടും നമ്മുടെ ജീവിതത്തിൽ കൃപകൾ ലഭിച്ചു എന്നുള്ള ഒരു ചിന്തയോ ഒരു ബോധ്യമോ നമുക്കുണ്ടാകില്ല. ലഭിച്ചതൊന്നും നാം കണക്കിലെടുക്കുക പോലുമില്ല. എന്താണെന്ന് വെച്ചാൽ നമ്മുടെ നിയോഗം ഇനിയും നാം എന്തോ നമ്മുടെ മനസ്സിൽ കരുതുന്നുണ്ട്, അതുമാത്രമാണ് നമുക്ക് ലഭിക്കേണ്ടതെന്നുള്ളൊരു ചിന്തയായിരിക്കും. ഉള്ള കൃപകൾ ലഭിച്ചതിന് നന്ദി പറയാതെ നാം ഇരിക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ കൂടെ കടന്നു പോവുക. ഇനി അതും കൂടെ കിട്ടട്ടെ എന്നിട്ട് മതി സാക്ഷ്യം പറയുവാൻ, ആ ഒരു ചിന്തയായിരിക്കാം നമ്മെ കൂടുതൽ മുമ്പോട്ട് നയിക്കുക. ഉള്ള കൃപകൾക്ക് കൂടി നന്ദി പറയാനായിട്ട് നാം താമസിക്കുന്നവരാകും. ഈശോയ്ക്ക് നന്ദി അർപ്പിക്കുവാനായിട്ട് താമസം അങ്ങനെ നമ്മുടെ ജീവിതത്തിൽ വരും. ഇവിടെ ഈ മകളുടെ ജീവിതത്തിൽ തൻ്റെ അതായത് OET എക്സാമൊക്കെ 3ാമത്തെ അറ്റംപ്റ്റാണ്. ഉടമ്പടി എടുത്തതിന് ശേഷവും ഫെയിലായി എന്നാണ് നാം കേട്ടത്. അപ്പോൾ ഉടമ്പടി എടുത്തത് കൊണ്ട് നാം ജയിക്കില്ല എന്നുള്ളത് നമുക്ക് മനസ്സിലാകും. ഉടമ്പടി എടുത്തതല്ല കാരണം, ഉടമ്പടി ജീവിക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളതാണ്. അതാണ് നാം ചിന്തിക്കേണ്ടത്. ഇന്ന് തനിക്ക് ഒത്തിരിയേറെ മാറ്റങ്ങൾ വന്നു, തൻ്റെ വ്യക്തി ജീവിതം വിശുദ്ധീകരിക്കപ്പെട്ടു. ഇനിയും മുമ്പോട്ടും ഇങ്ങനെ ഉടമ്പടി ജീവിതത്തിൽ പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിലൂടെ ഈശോയോട് ചേർന്നുള്ള ഒരു ജീവിതം, അതിൽ താൻ കാണുന്ന സന്തോഷവും സമാധാനവും ഒക്കെ ഈ മകൾ ഇവിടെ പറഞ്ഞ് അവസാനിപ്പിക്കുമ്പോൾ കാരുണ്യ പ്രവർത്തനങ്ങൾ, പ്രേക്ഷിത പ്രവർത്തനം, അതിനൊക്കെ എടുക്കുന്ന ഒരു സമയവും സാഹചര്യങ്ങളുമൊക്കെ നാം തന്നെ അതിന് നമ്മെ തന്നെ ഒരുക്കിയെടുക്കണം. അതിനൊക്കെയുള്ള വഴികൾ നാം തന്നെയാണ് കണ്ടുപിടിക്കേണ്ടത്. ഇവിടെ എല്ലാറ്റിനും ഈ മകൾ നന്ദി പറയുമ്പോൾ നമുക്കും കരങ്ങളടിച്ച് ഈശോയ്ക്കും അമ്മയ്ക്കും നന്ദി പറയാം. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.